ബാബ തിരുമേനിക്ക് അമേരിക്കയിലേക്ക് സ്വാഗതം, പ്രത്യേകിച്ച് ഷിക്കാഗോയിലേക്ക്. ഞങ്ങൾക്കറിയാം തിരുമേനി ഇവിടെ പല പ്രാവശ്യം അമേരിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്നാണ് തിരുമേനി ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തിയത്? ഞാൻ ആദ്യമായി അമേരിക്കയിൽ വന്നത് 1980-ലാണ്. 80-ലാണ്. ഏകദേശം 27 വർഷം ആയി. 27 വർഷം മുമ്പാണ് തിരുമേനി ആദ്യമായിട്ട് സന്ദർശനം നടത്തിയത്. അന്നത്തെ ആ മലയാളി സമൂഹവും ഇന്നത്തെ ആ മലയാളി സമൂഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം, നമ്മളൊരു താരതമ്യ പഠനം നടത്തുമ്പോൾ നമ്മുടെ മലയാളി സമൂഹത്തിന്റെ വളർച്ച എങ്ങനെയാണ് തിരുമേനിയെ കാണുന്നത്? അന്ന് അമേരിക്കയില് സ്വന്തമായി ഒരു വീടുള്ളത് 3 പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഖനാനായ സമുദായത്തിലെ ഡോക്ടർ സൈമൺ അച്ഛൻ, ഡോക്ടർ തോമസ് ന്യൂയോർക്കില്, ഷിക്കാഗോയിലെ ഡോക്ടർ റോയി തോമസ്, മറ്റെല്ലാവരും അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യാസം വന്നിരിക്കുന്നു. അന്ന് കുഞ്ഞുങ്ങൾ മലയാളം പറയാൻ ശ്രമിച്ചാൽ രക്ഷകർത്താക്കൾ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ മലയാളം പറയണമെന്ന് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. 27 വർഷം കൊണ്ട് അമേരിക്കയിലുള്ള മലയാളികളുടെ സഹകരണത്തോടുകൂടെയോ നേതൃത്വത്തോടുകൂടെയോ ആലോചനയോടുകൂടെയോ നമ്മുടെ കേരളത്തിൽ വലിയ അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിലെ മലയാളികളുടെ ആരാധനാ സ്ഥലങ്ങൾ, ഹൈന്ദവർ, മുസ്ലിങ്ങൾ, അമേരിക്കയിൽ പണ്ട് മുതലേ വേരുറച്ച ക്രിസ്ത്യാനികൾ, അവരുടെ എല്ലാം ജീവിത രീതികളിൽ കേരളത്തിലെ നല്ല പാരമ്പര്യങ്ങളെല്ലാം പകർത്തപ്പെട്ടു എന്ന് പറയാൻ ഒക്കുകയില്ല. മറിച്ച് അമേരിക്കയുടെ ഫ്രീഡം ഏറെ മലയാളികൾ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദോഷമൊന്നും വന്നിട്ടുണ്ടെന്നല്ല. എങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലെ പണ്ടുകാലത്തെ കുടുംബജീവിതം, പിതൃപുത്ര ബന്ധം, ഏറ്റവും ആഴമായി ഭാരതത്തിൽ വേരുറച്ചിരുന്ന ഹൈന്ദവ സമുദായത്തിലെ ആളുകളുടെ അതിരറ്റ നന്മകൾ എന്ന് പറഞ്ഞാൽ, സെന്റ് തോമസിന്റെ കാലത്ത്, പള്ളിയില്ലാത്ത കാലത്ത് പള്ളി വെച്ചു കൊടുത്തത് ഹൈന്ദവരാണ്. ഋഷിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വളർച്ച ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ, മലയാളികൾ വന്നിട്ട് ഇവിടുത്തെ ആളുകൾക്ക് അതുപോലെയുള്ള ഒരു കമ്പനികളൊക്കെ വലുതായി, രാജ്യത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആയി. എങ്കിലും നമുക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലുള്ള, കേരളത്തിലുള്ള നന്മകൾ ഇവിടെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ നിന്ന് സാമ്പത്തികമായി വലിയ നേട്ടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇപ്പൊ കേരളത്തിലെ മറ്റ് സഭാ ബിഷപ്പുമാർ ഒരുമിച്ച് കൂടി ഒരു 2ാം വിമോചന സമരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രക്ഷോഭണത്തിന് ആഹ്വാനം നൽകി. ബാബ തിരുമേനിക്ക് അതിനോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? എന്താണ് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം? കേരളത്തില്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ, ലോകത്തിലെ സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം. മനുഷ്യ സമുദായങ്ങൾ ലോകത്തിന്റെ നന്മയ്ക്ക് ഒന്നിച്ചു നിൽക്കണം. കേരളത്തിൽ ക്രൈസ്തവ സഭകൾ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കും. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഭരണത്തിൽ വന്നു.
വേരുറയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. 1.5 വർഷം, 1 വർഷത്തിൽ ഏതാനും മാസങ്ങളും കൂടെ ആയല്ലോ. അവർക്ക് പ്രവർത്തിക്കാനും വികസന കാര്യങ്ങളിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും മറ്റുമുള്ള അവസരം നമ്മൾ കൊടുത്തേ മതിയാവും. കേരളത്തിലുണ്ടായ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കാനായി ഞാൻ ശ്രമിച്ചില്ല, അതിനുള്ള സന്ദർഭവും ഉണ്ടായില്ല. ഞാൻ കേരളത്തിലുള്ളപ്പോൾ തന്നെ ചെറിയ ചില രീതിയിലുള്ള ആലോചനകളെല്ലാം നടന്നു വന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചില കാര്യങ്ങളിൽ നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുകയും പല ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും മറ്റും ഉണ്ടായി. ഞാൻ കേരളത്തിലെ അതിപുരാതന സഭയുടെ ഒരു മെമ്പറാണെങ്കിലും വലിപ്പത്തിൽ ചെറിയ ഒരു വിഭാഗമാണ്. അതിൽ ഏറ്റവും ചെറിയൊരു മനുഷ്യനാണ്. എന്നാൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരും ഭരണം നടത്തുന്നവരും കുറച്ചുകൂടെ സമചിത്തത പാലിച്ചേ മതിയാവും. ക്ഷമിക്കണം, 1959 ഞാൻ നിരീശ്വരത്വത്തിനെതിരെ പ്രസംഗിച്ചിട്ടുള്ളയാളാണ് അച്ഛനായിരിക്കുമ്പോൾ. പക്ഷേ ഇന്നങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നിരീശ്വരത്വം പഠിപ്പിക്കുന്നില്ലല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ അതിനകത്തത് പഠിപ്പിക്കാനുള്ള സൂചനകളുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമകരമായ പ്രവർത്തനം, അതിന്റെ വളർച്ച, ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ച് അതിന് മുൻഗണന കൊടുത്തിട്ട് ഗവൺമെന്റ് ആയാലും പാർട്ടി ആയാലും വളരെ ഒതുങ്ങി നിന്നാണല്ലോ ആ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. സഭകളുടെയും പള്ളികളുടെയും പ്രവർത്തനങ്ങളിലോ ആഘോഷ പരിപാടികളിലോ അന്ന് പാർട്ടിയിലെ ആരും ബന്ധപ്പെടാറില്ല. 2 വർഷം മുൻപ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ AP വർക്കി മെമ്മോറിയൽ ആശുപത്രിയുടെ ഒരു പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അധ്യക്ഷനായിരുന്നു. ചിലരൊക്കെയും അന്ന് വിമർശനം പറഞ്ഞെങ്കിലും ഒരു 3 മാസത്തിന് 4 മാസത്തിന് ശേഷം ഗവൺമെന്റ് ഭരണത്തിൽ വന്നു. ഗവൺമെന്റിന്റെ ഈ ബന്ധപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്നവരെ എല്ലാവരൊക്കെ ക്ഷണിച്ചുകൊണ്ട് പോവുകയും അവരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതെല്ലാം മറന്ന് നമ്മൾ ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുകയോ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഗവൺമെന്റിനെ എതിർക്കുന്ന കാര്യത്തിൽ അല്ല സഭകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞത്. സഭകൾക്ക് ഈശ്വരന്റെ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുക, അത് ജീവിതത്തിൽ കൂടെയും പ്രവർത്തനത്തിൽ കൂടെയും മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി തീർക്കുക, അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതിലേതെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഗവൺമെന്റോ പാർട്ടിയോ ബന്ധപ്പെട്ടവരോ അത് ചൂണ്ടിക്കാണിക്കുക.